ഹേയ് ഫ്രണ്ട്സ്, എന്നോട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ചെടിയൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രൗണ്ടിലേക്ക് വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ഈ റൈസ് ബെഡ് ഉണ്ടല്ലോ, ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ പറയുക, ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ടോപ്പ് സോയിൽ ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിൽ ചെടിയെ എപ്പോഴും നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ ഞാൻ അതെല്ലാം നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിയ ചെടിയെല്ലാം ഇതുപോലെ എൻ്റെ റൈസ് ബെഡിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ഞാൻ ഇതെല്ലാം വെച്ചിരിക്കുന്നൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം കൊണ്ട് വെച്ചു. കണ്ടോ, എൻ്റെ മുന്തിരി ചെറുതായിട്ട് പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മിറാക്കിൾ ഗ്രോവിൻ്റെ ഈ റൈസ് ബെഡ് സോയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് 2 റൈസ് ബെഡിലും നന്നായിട്ട് ഫില്ല് ചെയ്തു. എന്നിട്ട് ഒരു വരി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് പയറിൻ്റെ വിത്ത് ഫുൾ പാകി. പിന്നെ ഞാൻ പാകിയത് എന്താണെന്ന് വെച്ചാൽ പാവയ്ക്ക ആക്ച്വലി ഞാൻ മാത്രമേ കഴിക്കുള്ളൂ ഇവിടെ, പക്ഷേ എങ്കിലും എനിക്ക് പാവയ്ക്ക വേണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാവയ്ക്ക കഴിഞ്ഞ തവണ ഉണ്ടായി കേട്ടോ, നന്നായിട്ടുണ്ടായി, നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടല്ലേ. അപ്പം അതുകൊണ്ട് പാവയ്ക്ക ഒന്നിൽ വെച്ചു. പിന്നെ അതേ ഫസ്റ്റ് സ്മോൾ റൈസ് ബെഡിൽ ഞാൻ ബ്രോക്കളിയും വെക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ വലുതിനകത്ത് പയർ മാത്രമേ വെക്കുന്നുള്ളൂ. എന്നിട്ട് ഇനി അതിന് ട്രെല്ലിസ് ഉണ്ടാക്കണം പതുക്കെ ഇതെല്ലാം വളർന്ന് വരുമ്പോൾ. അപ്പോൾ എൻ്റെ കയ്യിലൊരു വലിയൊരു ബിന്നുണ്ടായിരുന്നു, ഒരു പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫുൾ സോയിൽ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ബാഗ് സോയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് വാഴയുടെ തണ്ടും പിന്നെ കുറച്ച് ഈ ആമസോണിൻ്റെ ബോക്സൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മുറിച്ചിട്ട് ഒരു ഹാഫ് വേയിൽ ഫില്ല് ചെയ്തു. പിന്നെ ഹാഫ് വേയിൽ സോയിലിട്ടു. എന്നിട്ട് അതിനകത്ത് ഞാൻ വെച്ചത് മുളകാണ്. 4 മുളകിൻ്റെ തൈ ഞാൻ ഇന്നലെ വാങ്ങിയിരുന്നു, അതിൽ വെച്ചു. പിന്നെ ഇവിടെ ബ്രോക്കളി എല്ലാം അവിടെ വെച്ചു. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീക്ക് വേണ്ടി കുഴികൂത്തലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടയേർഡായി. അപ്പോൾ ഞാൻ ഓർത്ത് ഉള്ളിൽ പോയിട്ട് കുറച്ച് ഒരു ലെമണേഡ് ഉണ്ടാക്കാം, എന്നിട്ട് കുറച്ച് എനർജിയൊക്കെ കിട്ടിയതിന് ശേഷം തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, എൻ്റെ സ്ട്രോബെറി കണ്ടോ, സ്ട്രോബെറിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങി. പക്ഷേ രസം എന്താ വെച്ചാൽ ചില സ്ട്രോബെറിയുടെയൊക്കെ സൈസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ഭയങ്കര ഒരു വിയേർഡ് ഷേപ്പിലാണ് സ്ട്രോബെറി ഇരിക്കുന്നത്. ഇത് അത്ര സൂപ്പർ സ്വീറ്റ് സ്ട്രോബെറി ഒന്നും അല്ല കേട്ടോ, ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി. പിന്നെ ഞാൻ നമ്മുടെ പെയർ ട്രീ വെക്കാൻ വേണ്ടിയിട്ട് കുഴി ഉണ്ടാക്കി. എന്നിട്ട് ട്രീ അതിനകത്തേക്ക് വെച്ചു. പിന്നെ അതിന് വെള്ളമൊക്കെ തളിച്ചു കൊടുത്തു. അങ്ങനെ കുഴപ്പമില്ല കേട്ടോ, അത് നന്നായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അന്ന് വളർന്നാൽ മതിയായിരുന്നു. അപ്പോൾ ബൈ.